ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. അല്ല, സാറിന് വീണ്ടും പണിയായെന്നാ തോന്നണേ. അതെന്താ? ഫോർ ദ പീപ്പിളിന് പകരം ബൈ ദ പീപ്പിൾ ഇറങ്ങിയിരിക്കല്ലേ? ഓ, അതാണോ? ഒരു വശത്ത് സമ്പന്ന വർഗം അനുഭവിക്കുന്ന ആഡംബര ജീവിതം, ഒപ്പം തന്നെ ഇങ്ങനെ ഒരു ജീവിതാഘോഷത്തിന്റെ പ്രലോഭനത്താൽ മനസ്സു തെറ്റിപ്പോകുന്ന പാവപ്പെട്ട പെൺകുട്ടികളെ ചൂഷണം ചെയ്യാൻ കാത്തു നിൽക്കുന്ന ഇടനിലക്കാർ. ഇതിനിടയിൽ എവിടെയോ നമ്മുടെ പെൺമക്കളുടെ മാനവും ദേഹവും ജീവിതവും ഒക്കെ വില പറയാൻ വെച്ചിരിക്കുകയാണ്. ഇനി ഒരു പെൺകുട്ടി പോലും അപമാനിക്കപ്പെടാതിരിക്കാൻ നമുക്കൊന്നിച്ചു പൊരുതാമെന്ന ആഹ്വാനത്തോടെ ഞാൻ ഈ ഉപവാസം ഉദ്ഘാടനം ചെയ്യുന്നു. അമ്മ ഗുളിക എടുക്കാൻ മറന്നു, അതാ ഞാൻ വന്നേ. ഞാൻ എന്നാ കോളേജിൽ പോട്ടെ. ഈ മണൽ ഇവിടുന്ന് കൊണ്ടുപോകാൻ പറ്റത്തില്ല, ഞങ്ങൾ സമ്മതിക്കത്തില്ല. അത് പറയാ നീ ആരടാ? ഞാൻ ആരെങ്കിലും ആയിക്കോട്ടെ, ഈ മണലൂറ്റിനെതിരെ ഞാൻ കൊടുത്ത കേസിന്റെ വിധി വരട്ടെ. അതിനു മുമ്പ് ഈ ലോറി ഇവിടുന്ന് ഒരടി അനങ്ങില്ല. എടാ, നീ കളിക്കുന്ന ആരോടെന്ന് അറിയോ? അറിയാം കുമാര. പഞ്ചായത്തുകളെ മൊത്ത വിലക്കെടുത്ത് 10 ലോറി മണലിനുള്ള ലൈസൻസിന് പുറത്ത് 500 1000 ലോഡ് മണല് കടത്തി കോടികൾ സമ്പാദിക്കുന്ന നിന്റെ മുതലാളിമാരെ ഞങ്ങൾക്കറിയാം. എനിക്കെന്തോ ഒരു പേടിക്കാനൊന്നുമില്ലെന്നേ. ആലുവയിലും മടയാറ്റിലൊക്കെ ഇതിനേക്കാളും എത്ര കൊടികെട്ടിയന്മാരാ വന്നത്. എന്നിട്ട് അവരൊക്കെ ഇപ്പൊ എവിടെ? എന്നാലും എന്റെ ജോണി ഇത്. എന്നാ രാഘവൻ മെമ്പർ ഒരു കാര്യം ചെയ്യും, ആ മേടിച്ച പൈസ ഒക്കെ കണക്ക് പറഞ്ഞ് തിരിച്ചു കൊടുത്തേച്ച് പഞ്ചായത്തും ഭരിച്ചെങ്കിരുന്നോ, ബാക്കി ഞങ്ങൾ നോക്കിക്കോളാം. എന്താ? ഭാസ്കര, വണ്ടി അവിടെ കിടപ്പില്ലടാ. അവൻ കടവത്ത് എത്ര മണിക്ക് എത്തുന്ന പറഞ്ഞേ? 10:15 ബോട്ട് എടുക്കും. 10 മിനിറ്റ് നടപ്പുണ്ട്. ഒരു 10:30 10:45. സംശയമൊന്നുമില്ലല്ലോ. എവിടെന്ന് ഇടിച്ച ലോറി നാഷണൽ പെർമിറ്റ് ആണോ അല്ലോ എന്നുള്ള സംശയത്തില പോലീസ് ഇപ്പോഴും. അല്ല, ഈ FIR തയ്യാറാക്കിയത് ഞാനല്ലേ? ഇപ്പഴാ ശ്വാസം നേരെ വീണത്. അല്ല, ഈയുടെ ലോറിയുടെ നിറം വെച്ച് ഏതാണ്ട് കേസ് തെളിഞ്ഞെന്നോ മറ്റോ? അതൊന്നും ഇല്ലാന്നേ. എവിടെ തെളിയാൻ? ഈ ഉപ്പ് തിന്നുമ്പോ നീയൊക്കെ അറിയണം ഓരോ തുള്ളി വെള്ളത്തിന്റെയും വില. മണൽക്കടത്ത് സംഘമെന്നാരോപിച്ച് ബൈ ദ പീപ്പിൾ തട്ടിക്കൊണ്ടുപോയെന്ന് കരുതപ്പെടുന്ന 4 പേരെയും മരിച്ച നിലയിൽ കണ്ടെത്തി. പുറം കടലിൽ ഉപേക്ഷിക്കപ്പെട്ട ഒരു വള്ളത്തിൽ ബന്ധിക്കപ്പെട്ട നിലയിലാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. ബൈ ദ പീപ്പിളിന്റെ തുടർച്ചയായ രണ്ടാമത്തെ ആക്രമണം സത്യത്തിൽ സംസ്ഥാനത്തെ ഞെട്ടിച്ചിരിക്കുകയാണ്. ആഭ്യന്തരമന്ത്രി കൂടിയായ താങ്കൾക്ക് ഇക്കാര്യത്തെ കുറിച്ച് ഒന്നും പറയാനില്ലേ? ഞങ്ങൾ ആരും ഇവിടെ വെറുതെ കയ്യും കെട്ടിയിരിക്കുകയല്ല. ദില്ലിയിലായിരുന്ന ഞാൻ എല്ലാ പരിപാടികളും റദ്ദു ചെയ്ത് ഇവിടെ പറന്നെത്തിയത് സ്റ്റേറ്റ് ഗവൺമെന്റ് എത്ര സീരിയസ് ആയാണ് ഈ സംഭവത്തെ കാണുന്നു എന്നതിന് തെളിവല്ലേ? എന്നിട്ട് എന്താ സാർ നിങ്ങളുടെ തീരുമാനം? ക്ഷമിക്കണം, ആ കാര്യങ്ങളൊക്കെ DGP നിങ്ങളോട് വിശദീകരിക്കും. സർ, എന്താണ് സാർ നിങ്ങളുടെ ആക്ഷൻ പ്ലാൻ? 2 കൊലപാതകങ്ങൾക്ക് ശേഷവും പോലീസ് തുടർന്ന ഈ നിഷ്ക്രിയത്വത്തെ പറ്റി? സുഹൃത്തെ, പോലീസിനെ വിചാരണ ചെയ്യും മുമ്പ് നിങ്ങളൊരു കാര്യം ഓർക്കണം. നാടിനെ കിടുകിടാ വിറപ്പിച്ച ഫോർ ദി പീപ്പിളിനെ ഇരുമ്പഴിക്കുള്ളിലാക്കിയതും ഇതേ പോലീസാണെന്ന സത്യം. ഫോർ ദ പീപ്പിളിനെ പിടിച്ചതിന്റെ ക്രെഡിറ്റ് മൊത്തമായി സ്റ്റേറ്റ് പോലീസ് ഏറ്റെടുക്കുന്നത് ശരിയാണോ സാറേ? അതാ കമ്മീഷണർ രാജമാധുവിനെ മാത്രം എടുക്കല്ലേ? സമ്മതിച്ചു.
അതേ രാജൻ മാത്യുവിനെ തിരിച്ചു കൊണ്ടുവരാനും ബൈ ദി പീപ്പിൾ എന്നറിയപ്പെടുന്ന ഈ പുതിയ കൊലയാളി കൂട്ടത്തിനെതിരെയുള്ള കേസിന്റെ ചുമതല അയാളെ ഏൽപ്പിക്കാനുമാണ് ഞങ്ങളുടെ തീരുമാനം. എന്താ, തൃപ്തിയായോ? യെസ്, എക്സാക്ട്ലി ട്രൂ. He will come back and take charge. We will trap the bloody by the people within hours. മണിക്കൂറുകൾക്ക്. Fine, sir. Thank you. Biggest ever terror the whole police department is facing. For the people കയ്യോ കാലോ വെട്ടിയതല്ലേ ഉള്ളൂ. ഇതിപ്പോ കശാപ്പ് തന്നെയാണ്. The real slaughter. സത്യം പറഞ്ഞ പോലീസ് ശരിക്കും ഇരുട്ടിലാണ്, പൂർണ്ണ അന്ധകാരത്തിൽ. But I have full faith that you can overcome this darkness. For the people പിടിക്കാൻ താൻ നടത്തിയ സാഹസങ്ങളും അതിന്റെ റിസ്ക്കും സഫറിംഗ് ഒന്നും വേണ്ട വിധത്തിൽ അപ്രീഷിയേറ്റ് ചെയ്യപ്പെട്ടില്ല. മാത്രമല്ല, ആ 4 പേരിൽ ഒരുത്തൻ ചത്തപ്പോ സർക്കാരും ഡിപ്പാർട്ട്മെന്റുമല്ല തനിക്കെതിരെ നിന്നു. എനിക്ക് പോലും തന്നെ സഹായിക്കാൻ കഴിഞ്ഞില്ല. But Rajan, I think this is the best chance for you to prove yourself. I wish you all success. I'll do my level best, but I have a request, sir. കഴിഞ്ഞ തവണത്തെ പോലെ please avoid political pressures. ഇതുവരെ നടന്നിട്ടുള്ള 2 കൊലപാതകങ്ങളും എറണാകുളം ജില്ലയിൽ, കുറച്ചുകൂടി സൂക്ഷ്മമായി പറഞ്ഞാൽ കൊച്ചി നഗരത്തെ മാത്രം പശ്ചാത്തലമാക്കി നടന്നിട്ടുള്ളതാണ്. ബൈ ദ പീപ്പിളിന് ഫോർ ദ പീപ്പിളിന്റെ ശിക്ഷാരീതിയുമായി അടിസ്ഥാനപരമായി മാറ്റമുണ്ടെങ്കിലും 2 കൂട്ടരുടെയും പാറ്റേണിൽ മാറ്റമില്ല. ലുക്ക്, ആദ്യത്തെ കൊലപാതകം നടന്നത് ദാ ഇവിടെ വെണ്ടുരുത്തി പാലത്തിനരികെ. 2ാമത്തെ കൊലപാതകത്തിന്റെ സ്പോട്ട് ഇവിടെ നടുക്കടലിൽ. 2 കൊലപാതകങ്ങൾക്കും തമ്മിലുള്ള സമാനത, 2നും പശ്ചാത്തലമായി കടലുണ്ടെന്നുള്ളതാണ്. നോക്കൂ, വെല്ലിംഗ്ടൺ ഐലൻഡ്, മുളവുകാട്, വൈപ്പിൻ, ബോൾഗാട്ടി. പോലീസ് ഓൾറെഡി അരിച്ചുപെറുക്കി കഴിഞ്ഞ ചില ദ്വീപുകളാണിവ. പിന്നെയുള്ളത് പാമ്പുന്തുരുത്ത് പോലെയുള്ള ചില ഒറ്റപ്പെട്ട ദ്വീപുകളാണ്. ഇവിടങ്ങളിലേക്ക് ആരെങ്കിലും ജലമാർഗം പോവുകയോ വരികയോ ചെയ്താൽ അത് പെട്ടെന്ന് ശ്രദ്ധയിൽപ്പെടും, പ്രത്യേകിച്ച് റെഡ് അലർട്ട് ടൈമിൽ. നടുക്കടലിലേക്ക് അവരെ ആരോ കൊണ്ടുപോവുകയും കൊണ്ടുവരികയും ചെയ്തതാകണം. മണൽ മാഫിയ സംഘത്തെ ബൈ ദ പീപ്പിൾ കൊലപ്പെടുത്തിയ ആ ദിവസം കടലിൽ മത്സ്യബന്ധനത്തിന് പോകാത്ത ഫിഷിംഗ് ബോട്ടുകൾ ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കണം. താൻ ആ ഡിവൈഎസ്പി ഹമീദിനെ അറസ്റ്റ് ചെയ്ത സംഭവം എന്തെല്ലാം പുകല ഉണ്ടാക്കരുതെന്ന് തനിക്കറിയാവോ? ബെഡ് കോഫിക്ക് പകരം CMന്റെ തെറിയും കേട്ടോണ്ട് ഉറക്കപ്പായി നെടിയിക്കുന്നത് താനല്ലല്ലോ, ഞാനല്ലേ? ഓക്കെ, ലീവ് ഇറ്റ്. ഐ വാണ്ട് ടു ഹിയർ വൺ തിങ്. താൻ ചാർജ് എടുത്തിട്ട് ദിവസങ്ങളാവുന്നു. ബൈ ദി പീപ്പിൾ എവിടെയെന്നതിനെ കുറിച്ച് ഒരു മൈന്യൂട്ട് സൂചനയെങ്കിലും തരാൻ തനിക്ക് കഴിയുമോ? Just give me some more time, sir.